സിദ്ധു, ഞാൻ കൂടെ വരട്ടെ നിങ്ങൾക്കൊപ്പം? സിദ്ധുവിനെ നോക്കി ഋഷി പറഞ്ഞു. വേണ്ട ഋഷി, കാരണം ഞാനും ബദ്രിയും പ്രണവും പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെയും ആരെങ്കിലും വേണ്ടേ? തൽക്കാലം വിജിത്തുണ്ട്. അവനൊപ്പം നീയും ഫാക്ടറി കാര്യങ്ങൾ നോക്കുന്നതിനൊപ്പം ഇവരുടെ കാര്യങ്ങൾക്ക് ശ്രദ്ധിച്ചുകൂടെ ഉണ്ടാവണം. അത്രയും പറഞ്ഞ ശേഷം കുറച്ച് മാറി നിൽക്കുന്ന നീരവിനെ അവൻ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് അവനെയും ചേർത്ത് നിർത്തി ഋഷിയുടെ മുന്നിലായി നിന്നുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ ഇവൻ ഒരുപാട് മാറി. അല്ല, മാറാൻ മാത്രം ഇവൻ നീചനായിരുന്നില്ലല്ലോ. നിനക്ക് രുദ്ര എത്ര പ്രിയപ്പെട്ടതോ അതുപോലെ അവൻ അവൻ്റെ ഗ്ലോറിയും പ്രിയപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് അവൾ ചെയ്ത പല തെറ്റിനും കൂട്ടു നിൽക്കുമ്പോഴും അവളെ എതിർത്തിരുന്നു. അന്ന് ക്രിസ്റ്റി രുദ്രയെ കൊണ്ട് പോകുമ്പോൾ തിരിച്ചു നമുക്ക് കിട്ടാൻ കാരണം തന്നെ ഇവന്. എല്ലാം ഭദ്ര പറഞ്ഞെനിക്കറിയാം. ഞാൻ അവിടെയാണെങ്കിലും എല്ലാ ദിവസവും ഉള്ളത് അവൻ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. ഗ്ലോറിക്ക് പറ്റിയ തെറ്റ് അവൾ തന്നെ തിരുത്തിപ്പോയി. ഇനി നിങ്ങൾ തമ്മിൽ ഇനിയും ഈ അകൽച്ച വേണോ? ഗ്ലോറി പോയപ്പോൾ തന്നെ വെങ്കിയും നിരഞ്ജനയും അവരുടെ ലൈഫ് തേടിപ്പോയി. ഇപ്പോൾ ഇവൻ ഒറ്റയ്ക്ക. കൂട്ടിക്കൂടെ ഋഷിക്കൊപ്പം നിങ്ങളിൽ ഒരാളായി. സിദ്ധു അത് ചോദിക്കുമ്പോൾ അവൻ എന്ത് മറുപടി പറയും എന്ന ടെൻഷൻ അപ്പുവിൻ്റെ മുഖത്ത് നിന്ന് തന്നെ വായിച്ചെടുക്കാമായിരുന്നു. എനിക്ക് പണ്ടും നീരവിനോട് പ്രത്യേകിച്ച് വിരോധം തോന്നിയിട്ടില്ല. പക്ഷേ രുദ്രയെ വേദനിപ്പിക്കുന്നത് കണ്ടപ്പോൾ സഹിച്ചില്ല. ആ ദേഷ്യത്തിൽ ഞാനും പലത് പറയുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒന്നും മനഃപൂർവ്വമല്ല. സിദ്ധുവും ഭദ്രയും ഞങ്ങൾ ഇവനെ നമുക്കൊപ്പം കൂട്ടണമെന്നാണെങ്കിൽ എനിക്ക് സമ്മതം. അത് കേൾക്കെ അപ്പുവിന് സന്തോഷം സഹിക്കാനായില്ല. അപ്പുവിൻ്റെ അതേ അവസ്ഥയായിരുന്നു നീരവിനും. അവരുടെ പുതിയ സുഹൃത്ത് ബന്ധം രണ്ടുപേരും ഒരു ഹഗ്ഗിലൂടെ പരസ്പരം കൈമാറി. കണ്ടുനിന്ന് എല്ലാവരിലും സന്തോഷം പടർന്നു. സിദ്ധു എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ അവനെ തേടി മഞ്ജുവിൻ്റെ കണ്ണുകൾ കൊണ്ടുള്ള സ്നേഹത്തിൻ്റെ യാത്രാമൊഴി ആരും അറിയാതെ അവന് മാത്രമായി അവൾ പകർന്നിരുന്നു. പ്രണവും സിദ്ധുവും വരുമ്പോൾ മുന്നിൽ തന്നെ ബദ്രി ഇരിപ്പുണ്ടായിരുന്നു. നീ റെഡിയായില്ലേ ബദ്രി? ഇപ്പം തിരിച്ച് മാത്രമേ അർദ്ധരാത്രിയെങ്കിലും അവിടെ എത്തൂ. പ്രണവ് ബദ്രയെ നോക്കി പറഞ്ഞു. എന്നാൽ അവനൊന്നും മിണ്ടിയില്ല. ഇവനിതെന്താ പറ്റിയേ? സിദ്ധു ചോദിച്ചു. അവളെ കുറച്ച് ദിവസത്തേക്കാണെങ്കിലും പിരിയേണ്ടി വരുന്നില്ലേ? അതോർത്തിട്ടാവും. അതിനാരും പിരിയുന്നില്ലല്ലോ. അവൾക്കടുത്ത് തന്നെ മറ്റൊരാളായി ഇവനും കൂടെ നമ്മളും ഉണ്ടല്ലോ. പിന്നെന്തെന്ന് അവനെ അറിയൂ. അല്ല, അവൾ എവിടെ? ഇനി ഇവനെ പോലെ അവൾക്കും ബാധ കൂടിയോ? ഇനി പറയുമോ ഞാൻ വരുന്നില്ലെന്ന്? ഞാൻ റെഡിയാ ഏട്ടന്മാരെ. സിദ്ധു അത് പറഞ്ഞ് തിരിയുമ്പോൾ തന്നെ രുദ്രയുടെ സൗണ്ട് അവിടെ മുഴങ്ങി. ഭദ്ര വേഗം മുന്നിലേക്ക് നോക്കി. അവൻ കണ്ടു അവർക്കൊപ്പം പോകാൻ റെഡിയായി വരുന്ന രുദ്രയെ. പോകാം ഏട്ടാ, ഞാൻ റെഡിയാ. എന്ന് സമയം കളയേണ്ട ബദ്രി, നീ വേഗം റെഡിയായി വന്നേ. ഞങ്ങൾ മുന്നിലായി പോകാം. നീയും രുദ്രയും പിന്നാലെ വന്നാൽ മതി. അവന്മാരെ ഹൈവേ കഴിഞ്ഞുള്ളൂ. വണ്ടിയുമായി നിൽക്കും. അവിടെ ചെന്നാൽ പിന്നെ അവർക്കൊപ്പമായിരിക്കും യാത്ര. ഞാൻ പ്രണവേട്ടനും സിദ്ധുവേട്ടനൊപ്പം വന്നോളാം. അത് വേണ്ട, നീ ബദ്രിക്കൊപ്പം വന്നാൽ മതി. അതെന്താ? ഞാൻ ഏട്ടന്മാർക്കൊപ്പം വരുന്നത് ഇഷ്ടമല്ലേ? അതുകൊണ്ടൊന്നുമല്ല, നിങ്ങൾ ഒരുമിച്ച് വരട്ടെന്ന് കരുതി. ബദ്രി സിദ്ധുവിനെ നോക്കി പറഞ്ഞു. അവൾക്ക് നിങ്ങൾക്കൊപ്പം വരാൻ താല്പര്യമെങ്കിൽ വന്നോട്ടെ, ഞാൻ പിന്നാലെ വന്നോളാം. അത്രയും പറഞ്ഞ് ബദ്രി മുകളിലേക്ക് പോകാൻ നിന്നതും രുദ്ര അവനെ വിളിച്ചു. ബദ്രി തിരിഞ്ഞ് അവളെ നോക്കുമ്പോൾ അവൾ അവൻ്റെ അടുത്തായി ചെന്നു നിന്നു. ഒപ്പം കരങ്ങൾ അവന് നേരെ നീട്ടി വിടർത്തി. ബദ്രി സംശയത്തോടെ അവളെ നോക്കി. ഇതിനകത്ത് ഏട്ടൻ എൻ്റെ കഴുത്തിൽ കെട്ടിയ താലിയുണ്ട്. ഞാനൊന്നുമില്ലാതെയാണ് വന്നത്. പോകുമ്പോഴും അങ്ങനെ പോവണം എന്ന് തോന്നി. കാരണം തിരിച്ചിനി വരാൻ കഴിഞ്ഞില്ലെങ്കിലോ? രുദ്ര മോളെ, നീ ഇത് വേണ്ട, ഒന്നും പറയണ്ട, ഞാൻ പോകുക. അത്രയും പറഞ്ഞ് അവൾ മുന്നിലായി നടന്നു. പോകുമ്പോൾ സിദ്ധു അവൻ്റെ അടുത്തായി വന്നു. എന്താ ഉണ്ടായേ? അവളുടെ സമ്മതത്തോടെയല്ലേ വരുന്നത്? അതോ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പിണക്കം? സമയം പോകുന്നു, നീ ചെല്ലു സിദ്ധു, ഞാൻ റെഡിയായി വരാം. അത് പറഞ്ഞ് മുന്നിലേക്ക് പോകുമ്പോഴും ഭദ്രയുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. അവൻ്റെ രുദ്രയുടെ അവഗണയിൽ നിന്ന് അവന് വല്ലാത്ത വേദന തോന്നി. രുദ്ര കാറിൽ കയറിയതു മുതൽ ആരെയും നോക്കാതെ മറ്റെങ്ങോ നോക്കിയിരിക്കാൻ തുടങ്ങിയിരുന്നു. സിദ്ധുവും പ്രണവും അവളെ തിരിഞ്ഞു നോക്കിയ ശേഷം പരസ്പരം ഒന്ന് നോക്കി. അവർക്കൊരു കാര്യം ഉറപ്പായിരുന്നു. രുദ്രയ്ക്കും ഭദ്രയ്ക്കും ഇടയിൽ എന്തോ പിണക്കമുണ്ടായിട്ടുണ്ടെന്ന്. ഏറെ ദൂരം കാർ വീണ്ടും പോയ ശേഷം ആളൊഴിഞ്ഞൊരു സ്ഥലത്തായി സിദ്ധു വണ്ടി നിർത്തി. അപ്പോഴും രുദ്ര അതൊന്നും അറിയാതെ പുറത്തെ വിദൂരതയിൽ എവിടെയോ നോക്കിയിരിക്കുകയായിരുന്നു. രുദ്ര, പ്രണവ് അവളെ വിളിച്ചു. രുദ്ര കുറച്ചു നേരത്തിനിപ്പുറം തിരിഞ്ഞ മുന്നിലേക്ക് നോക്കി. അപ്പോഴേക്കും സിദ്ധുവും പ്രണവും കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. എന്താ ഏട്ടാ ഇവിടെ നിർത്തിയത്? നമ്മൾ എത്തിയോ അവിടെ?
അവിടേക്ക് ഇനിയും ഒരുപാട് ദൂരമുണ്ട്, തൽക്കാലം രുദ്രൻ ഇങ്ങോട്ട് ഇറങ്ങി വാ. അത്രയും പറഞ്ഞ് പ്രണവ് അവൾക്ക് സൈഡിലായി ഡോറ് തുറന്ന് പിടിക്കുമ്പോൾ രുദ്ര സംശയത്തോടെ ഒന്ന് നോക്കിയ ശേഷം പുറത്തേക്ക് ഇറങ്ങി. ദേ, ആ വളവ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ യാത്ര തന്നെ മറ്റൊരു ലോകത്തേക്കാണ്. അവിടെ നമ്മളെയൊക്കെ കാത്തിരിക്കുന്നത് തന്നെ മറ്റൊന്നായിരിക്കും. രുദ്രയ്ക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സിദ്ധു അവളെ നോക്കി ചോദിച്ചു. അതിനവൾ മൂളുക മാത്രം ചെയ്തു. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അപരിചിതരായിരിക്കും. എന്തിനേറെ ഭദ്രയെ പോലും രുദ്രയ്ക്ക് കണ്ടില്ലെന്ന് വെക്കേണ്ടി വന്നേക്കാം. ഒരിക്കലും ഭദ്രയെ ഞങ്ങൾ ന്യായീകരിക്കുകയാണെന്ന് കരുതരുത്. എന്നിരുന്നാലും എന്തിൻ്റെ പേരിലായാലും രുദ്ര അവനെ അവഗണിക്കാൻ പാടില്ലായിരുന്നു. ഒരിക്കലും അവൻ കെട്ടിയ ആ താലി അഴിക്കാൻ പാടില്ലായിരുന്നു. രുദ്ര അത് അഴിച്ച് അവൻ്റെ കയ്യിൽ വയ്ക്കുമ്പോൾ ഞങ്ങൾ കണ്ടത് അവൻ്റെ കണ്ണിലെ നീർത്തിളക്കം. അവൻ കരഞ്ഞിരുന്നു. അത് നമ്മൾ കാണാതിരിക്കാനാ ഞങ്ങളോട് നിന്നെയും കൂട്ടി പൊയ്ക്കോ, അവൻ പിന്നാലെ വരാമെന്ന് പറഞ്ഞത്. പണ്ടും അവൻ അങ്ങനെയായിരുന്നു. അവൻ്റെ സങ്കടം മറ്റുള്ളവർ കാണരുതെന്ന് കരുതി ഉള്ളിൽ ഒളിപ്പിക്കുമായിരുന്നു. എന്നാൽ ഞാനും പ്രണവും ലക്ഷ്മി അമ്മയും വിജിത്തും അതിനനുവദിക്കാതെ അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരിക്കലും കരുതിയതല്ല അവൻ്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടി കടന്നു വരുമെന്ന്. അവൻ്റെ ഇഷ്ടത്തോടെ അല്ലെങ്കിലും രുദ്ര അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവനെ സ്നേഹിച്ച എല്ലാവർക്കും അത് ഒരുപാട് സന്തോഷം തരുന്നതായിരുന്നു. ഞങ്ങളുടെ ഭദ്രയെ ഒരിക്കൽ നമുക്ക് നഷ്ടമായി. ആ അവനെ പഴയതുപോലെ ആക്കിയതിനു പിന്നിൽ ഞങ്ങളെക്കാളൊക്കെ വലിയ പങ്ക് അത് രുദ്രയ്ക്കാണ്. അവനിന്ന് രുദ്രയെ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന് അടുത്തറിഞ്ഞവരാണ് ഞങ്ങൾ. അങ്ങനെയുള്ളപ്പോൾ അവനോട് എന്തിൻ്റെ പേരിലായാലും ഇങ്ങനെ ഒരു അവഗണന അത് വേണമായിരുന്നു. അതിന് രുദ്ര ഒരു മങ്ങിയ ചിരി നൽകിക്കൊണ്ട് പറഞ്ഞു. ഇപ്പോഴും ഏട്ടന്മാർ ഭദ്രയേട്ടൻ്റെ സൈഡ് മാത്രമാണ് ചിന്തിക്കുന്നത്. ആരും എന്താ എന്നെ കാണാത്തത്? ഞാനും ഒരു പെണ്ണാണ്. എനിക്കുണ്ട് മോഹങ്ങളും സ്വപ്നങ്ങളും. ഏതു പെണ്ണും ആഗ്രഹിക്കും പോലെ ഞാനും ആഗ്രഹിച്ചു ഭദ്രയേട്ടനൊപ്പം ഉള്ള ജീവിതം. ഞാനിന്ന് പോയപ്പോൾ ചിലപ്പോൾ തിരിച്ചു വന്നില്ലെങ്കിലോ എന്നുള്ള പേടി, അല്ലെങ്കിൽ ഭദ്രയേട്ടൻ ഇനി പിരിയേണ്ടി വരുമോ എന്നുള്ള ഭയം, അതൊക്കെ കൊണ്ടാവും. കുറച്ച് ദിവസത്തേക്കെങ്കിലും പിരിഞ്ഞിരിക്കേണ്ടി വന്നാലും അതുവരെ ഓർത്തിരിക്കാനെങ്കിലും ഏട്ടനോടൊപ്പമുള്ള നല്ല നിമിഷങ്ങൾ വേണമെന്ന് തോന്നി. അത്രയേ കരുതിയുള്ളൂ. അതിനുപോലും സമയമില്ലാത്ത പോലെയുള്ള ഏട്ടൻ്റെ ചില നേരത്തെ അവഗണന അത് ഏട്ടന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അനുഭവിക്കുന്ന എനിക്ക് അതിൻ്റെ വേദനയുടെ ആഴം മനസ്സിലാവൂ. ഇന്നലെ തന്നെ ഞാനിന്ന് പോകുമെന്നറിയാമായിരുന്നിട്ടും എന്നെ ഒറ്റയ്ക്കാക്കി പോയില്ലേ? അതും ഞാൻ കാത്തിരിപ്പുണ്ടെന്ന് അറിഞ്ഞിട്ടും. ഒരു വാക്ക് പറഞ്ഞു, ഞാൻ വരില്ല, നീ നോക്കിയിരിക്കരുതെന്ന് പറഞ്ഞു. ഇല്ല, പറഞ്ഞില്ല. അതാ എനിക്ക് സങ്കടമായത്. ഇതിപ്പോൾ മാത്രമല്ല, പലതവണ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം ഏട്ടനോട് പിണങ്ങിയിരിക്കാൻ കഴിയില്ലെന്നത് കൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് ആദ്യം ചെന്ന് പിണക്കം മാറ്റിയിരുന്നത്. അതുകൊണ്ടാവും ഏട്ടൻ എല്ലായ്പ്പോഴും എന്നോടിത് കാണിക്കുന്നത്. അവൻ ഇന്നലെ വരാതിരുന്നതാണോ രുദ്ര ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടിയത്? ഇന്നലെ അവൻ വരാത്തതിൻ്റെ കാര്യം രുദ്ര ചോദിച്ചില്ലേ അവനോട്? പ്രണവ് രുദ്രയോടായി ചോദിച്ചു. അവളൊന്നും മിണ്ടിയില്ല. എന്നാൽ അതിനുള്ള ഉത്തരം സിദ്ധു തന്നെ പറഞ്ഞു തുടങ്ങി. ഇന്നലെ നടന്നതും ഭദ്ര വരാതിരിക്കാനുണ്ടായ സാഹചര്യങ്ങളും എല്ലാം. അത് കേൾക്കെ രുദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ തല ഉയർത്തി സിദ്ധുവിനെയും പ്രണവിനെയും നോക്കി. ഏട്ടാ, എനിക്കിതൊന്നും തന്നെ അറിയില്ലായിരുന്നു. ഭദ്രയേട്ടൻ എന്നെ വിളിച്ചു പറയാമായിരുന്നില്ലേ? എങ്കിൽ മനസ്സിലാവില്ലേ എനിക്ക്? അതൊക്കെ മനസ്സിലാവാതിരിക്കാൻ മാത്രം വണ്ടിയൊന്നുമല്ലല്ലോ ഞാൻ. ചിലപ്പോൾ രുദ്രയെ അത് പറഞ്ഞ് സങ്കടപ്പെടുത്തേണ്ടെന്നില്ലെന്ന് കരുതിയിട്ടുണ്ടാവും അവൻ. പ്രണവ് പറഞ്ഞു നിർത്തി. ഇനി അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. തൽക്കാലം ഭദ്ര വരുമ്പോൾ അവൻ്റെ കൂടെയുള്ള ആ പിണക്കം മാറ്റി താലി തിരിച്ചു വാങ്ങിയിട്ട് പോയാൽ മതി. അതുവരെ അവന് വേണ്ടി ഇവിടെ നിൽക്കാൻ നമുക്ക്. വേണ്ടേട്ടാ, അത് വേണ്ട. എന്താ ഇപ്പോഴും അവനോടുള്ള പിണക്കം മാറിയില്ലേ നിനക്ക്? ഇതാ ഞാൻ പറഞ്ഞത്, ഏട്ടന്മാർ എന്നെ മനസ്സിലാക്കിയിട്ടില്ലെന്ന്. ഈ ജന്മം രുദ്രയ്ക്ക് അവളുടെ ഭദ്രയേട്ടനോട് പിണങ്ങിയോ അല്ലെങ്കിൽ മറന്നുകൊണ്ടോ തന്നെ ഒരു ജീവിതമില്ല. പിന്നെ ഈ പിണക്കം അതിപ്പോൾ എനിക്കും ഏട്ടനും ഇടയിൽ നല്ലതെന്ന് ഞാൻ കരുതി. കാരണം അല്ലെങ്കിൽ എനിക്ക് ഏട്ടനെ വിട്ട് പോകാനായെന്ന് വരില്ല. ചിലപ്പോൾ ഞാൻ പോകില്ലെന്ന് തന്നെ തീരുമാനിച്ചെന്ന് വന്നേക്കാം. ഇതാവുമ്പോൾ അങ്ങനെ വേണ്ടല്ലോ. ഞാൻ എവിടെയാണെങ്കിലും എൻ്റെ അടുത്ത് തന്നെ ഒരു കൈ അകലത്തിലുണ്ടാവുമെന്നും എനിക്കൊരു പോറൽ പോലും ഏൽക്കാതെ നോക്കുമെന്നും അറിയാം. പിന്നെ ആ താലി അതെനിക്ക് അവിടെ പോകുമ്പോൾ അണിഞ്ഞുകൊണ്ട് പോകാനാവില്ല. കാരണം അവിടെ ഞാൻ രുദ്രയല്ലല്ലോ, മറ്റൊരാളല്ലേ. അപ്പോൾ പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്നതിനേക്കാൾ ഭദ്രമായി ആ താലി ഭദ്രയേട്ടൻ്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമെന്ന് എനിക്കറിയാം. അത് ഞാൻ തിരികെ വരുമ്പോൾ
എൻ്റെ ഈ കഴുത്തിൽ തന്നെ കെട്ടിത്തരുമെന്നും. എപ്പോഴും എന്നെ ഇട്ട് ടെൻഷനാക്കുന്ന ആള് കുറച്ചു നേരത്തേക്കെങ്കിലും ടെൻഷൻ ആവണ്ടേ? അത്രയും പറഞ്ഞ് തിരിച്ച് കാറിൽ രുദ്ര കയറിയിരിക്കുമ്പോൾ സിദ്ധുവും പ്രണവും ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി. നമുക്ക് പോകാം ഏട്ടാ, പ്ലീസ്. ഇല്ലെങ്കിൽ അവിടെ എത്തും മുൻപായി ബദ്രിയേട്ടനെ കണ്ടാൽ ചിലപ്പോൾ ഇന്ന് പോക്കുണ്ടായെന്ന് വരില്ല. രുദ്ര അത് പറയുമ്പോൾ തന്നെ സിദ്ധുവും പ്രണവും ഒരു ചിരിയോടെ വണ്ടിയിൽ കയറി കാറ് മുന്നോട്ടെടുത്തു. കുറച്ചു ദൂരം ചെന്നതും ഒരു ജീപ്പിൽ അവരെ കാത്തു നിൽക്കുന്ന ഹിരണിനെയും കൂട്ടരെയും അവർ കണ്ടിരുന്നു. പിന്നെ കാർ അവിടെ ഇട്ട ശേഷം സിദ്ധുവിൻ്റെ കൂട്ടരിൽ ഒരാളോട് വന്ന് കാർ എടുത്തിട്ട് പോകാൻ പറഞ്ഞുകൊണ്ട് അവർ രുദ്രയെയും കൊണ്ട് ഹിരണും കൂട്ടരും കയറിയുന്ന വണ്ടിയിലേക്ക് കയറിയിരുന്നു. കാരണം അവിടെ നിന്ന് പിന്നെ അങ്ങോട്ടുള്ള അവരുടെ യാത്ര എന്ന് പറയുന്നത് ഹരീന്ദ്രൻ്റെ അടുത്തേക്കുള്ള യാത്രയായിരുന്നു. ബദ്രി ആ താലി മുറുകെ പിടിച്ച് അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരിറ്റു വീണു. എന്നാൽ പ്രണവിൻ്റെ കോള് വന്നതും ആ താലി അവനൊരു കൊച്ചു ബോക്സിലാക്കി അവൻ അലമാരയിൽ വെച്ച ശേഷം അവിടെ നിന്നും വേഗം രുദ്രയുടെ അടുത്തേക്ക് തിരിച്ചു. കാറിൽ മുന്നോട്ട് പോകുമ്പോഴും ബദ്രിയുടെ മനസ്സിൽ രുദ്രയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ ശ്രദ്ധ മറ്റെങ്ങോ ആയിരുന്നു. ട്രാഫിക് സിഗ്നലിൽ ബദ്രി വണ്ടി നിർത്തി മുന്നിലേക്ക് നോക്കിയിരിക്കുമ്പോൾ അവന് തൊട്ടടുത്തായി എതിർവശത്ത് വരുൺ കാറ് നിർത്തി. അവനൊപ്പം അവൻ്റെ 2-3 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. കല്യാണിയുടെ ഫോണിൽ പിന്നെ വിളിച്ചെങ്കിലും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ കാർത്തിക വന്നതൊന്നും വരുൺ അറിഞ്ഞിരുന്നില്ല. അവളെ കാണാത്തത് കൊണ്ട് തന്നെ ഫ്രണ്ട്സിനൊപ്പം ഒരുപാട് തിരഞ്ഞിട്ടും കിട്ടാത്തത് കൊണ്ട് തന്നെ അവന് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി. ആ കാരണം കൊണ്ട് വരുണും ഫ്രണ്ട്സും മദ്യലഹരിയിലായിരുന്നു. പെട്ടെന്നാണ് അവൻ്റെ സൈഡിൽ നിർത്തിയിട്ട് കാറിലിരിക്കുന്ന ബദ്രയെ അവൻ കണ്ടത്. അവൻ കാരണമായി എനിക്കിപ്പോൾ എൻ്റെ പെങ്ങളെ പോലും നഷ്ടമായത്. എന്നിട്ട് അവൻ സുഖിച്ച് നടക്കുന്നത് കണ്ടോ? എന്നാൽ പിന്നെ അവനെ കൊന്നു കളഞ്ഞൂടെടാ. ഞാനായിരുന്നുവെങ്കിൽ എപ്പോൾ തട്ടിക്കളഞ്ഞേനെ. കൂട്ടത്തിൽ ഒരുത്തൻ വരുണിനെ നോക്കി പറഞ്ഞു. ഇപ്പം പറ്റിയ അവസരമാണ്. പിന്നിൽ കൊണ്ടു ചെന്ന ഒറ്റ തട്ട്. അവൻ്റെ കാറ്റ് അപ്പോൾ തന്നെ പോകും. എന്താ നോക്കുന്നു? വരുണിനെ നോക്കി ഒരു വഷളം ചിരിയോടെ പറയുമ്പോൾ അവൻ അടുത്തിരുന്നവൻ്റെ കയ്യിലുണ്ടായിരുന്ന മദ്യക്കുപ്പി അവൻ പിടിച്ചെടുത്ത് ആവേശത്തിൽ ചുണ്ടോട് ചേർത്ത് ഉള്ളിലേക്കാക്കി. ഒപ്പം ദേഷ്യത്തിൽ സ്റ്റിയറിങ്ങിൽ കൈയമർത്തി പിടിച്ചു. ഈ സമയം സിഗ്നൽ മാറിയതും ബദ്രി വണ്ടി മുന്നോട്ടെടുത്തിരുന്നു. എന്നാൽ ബദ്രി അറിയാതെ അവന് പിന്നാലെ വരുന്ന വരുണിയെ അവൻ സഞ്ചരിച്ച കാറ് ചീറിപ്പായിച്ചു. ബദ്രിയുടെ കാറ് മുന്നോട്ട് പോകുമ്പോഴും അവൻ്റെ ഓർമ്മയിൽ രുദ്ര ആയതുകൊണ്ട് ആ ഓർമ്മയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ബദ്രി പോലും ചിന്തിക്കാത്ത സമയത്തായിരുന്നു അത് സംഭവിച്ചത്. ശക്തമായി അവൻ്റെ കാറിലേക്ക് പിന്നിൽ നിന്നും വരുൺ അവൻ്റെ കാറ് കൊണ്ട് ഒറ്റയിടിയായിരുന്നു. പെട്ടെന്നുള്ള ആക്രമണമായതുകൊണ്ട് തന്നെ ബദ്രിക്കുള്ള ബാലൻസ് കിട്ടിയിരുന്നില്ല. പോരാത്തതിന് സീറ്റ് ബെൽറ്റും ഇട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ തല കാറിൻ്റെ ഫ്രണ്ടിൽ തന്നെ ശക്തിയായി ഇടിച്ചു. ഒപ്പം അവനിൽ നിന്ന് ബോധവും അറിഞ്ഞിരുന്നു. വീണ്ടും വരുൺ കാറിലടിക്കാൻ ഒരുങ്ങവേ ദൂരെ നിന്നും അങ്ങോട്ടേക്ക് ഓടി വരുന്ന ആൾക്കാരെ കണ്ട് അവനും കൂട്ടരും വേഗം അവിടെ നിന്നും പോയിരുന്നു. ആക്സിഡൻറ്റ് നടന്ന് ഒരുപാട് ടൈമായിട്ടും ആൾക്കാർ കൂടിന്ന് ഓരോന്ന് പറയുന്നതല്ലാതെ ആരും ഒന്ന് ഹോസ്പിറ്റൽ അവനെ എത്തിക്കാനുള്ള മനസ്സ് കാണിച്ചിരുന്നില്ല. സിറ്റി റോഡിൻ്റെ അടുത്ത് ആക്സിഡൻറ്റ് നടന്നെന്ന് അറിഞ്ഞു വന്നതായിരുന്നു വിശാലും ഒപ്പം കോൺസ്റ്റബിൾ രാജുവും മറ്റു 3 പോലീസുകാരും. ആൾക്കൂട്ടം കണ്ടതും വിശാൽ ദേഷ്യത്തിൽ അവർക്ക് നേരെ അലറി. എന്ത് കണ്ടു നിൽക്കുക? ആളി ചത്തോ എന്ന് നോക്കാൻ നിൽക്കുവാണോ? നിങ്ങളുടെയൊക്കെ വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെ വന്ന ഇങ്ങനെ തന്നെ നോക്കി നിന്നോണം നാശങ്ങൾ. കോൺസ്റ്റബിൾ പിടിച്ചു മാറ്റടോ ഇവറ്റകളെയൊക്കെ. അത്രയും പറഞ്ഞ് വിശാൽ ആ കാറിൻ്റെ അടുത്തേക്ക് ചെന്നു. കമിഴ്ന്ന് കിടക്കുന്നത് കൊണ്ട് മുഖം വ്യക്തമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ മെല്ലെ അവനെ പിടിച്ച് സീറ്റിലേക്ക് കിടത്തി. അപ്പോഴാണ് വിശാൽ ബദ്രിയുടെ മുഖം കണ്ടത്. ഓ മൈ ഗോഡ്! അത്രയും പറഞ്ഞ് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. രാജു, വണ്ടി തിരിച്ചിട് വേഗം. അത്രയും പറഞ്ഞ് ബദ്രിയും വിശാലും മറ്റ് 2 പോലീസുകാരും ചേർന്ന് പിടിച്ച് ജീപ്പിൽ കിടത്തി. പിന്നെ അവിടുന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു.